പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ നാഗ്പൂരിൽ ഒരുക്കങ്ങൾ. പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ RSS കാര്യാലയ സന്ദർശനം നാളെ. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നാഗ്പൂരിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാളെ വർഷപ്രതിപദ ദിനത്തിലാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത് എത്തുന്നത്. രാവിലെ 9 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേന്ദ്ര കാര്യാലയത്തിൽ എത്തും. RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതം, സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ തുടങ്ങിയവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും പിന്നീട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതിനുശേഷമാണ് പിന്നീട് സംഘത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തുക. വർഷപ്രതിപദ നമുക്കറിയാം, സംഘ സ്ഥാപകന്റെ ജന്മദിനം എന്ന നിലയിൽ കൂടിയാണ് സംഘം അതിന്റെ ശാഖകളിൽ അത് ആചരിക്കാറുള്ളത്. ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി RSS ആസ്ഥാനത്ത് എത്തി ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത്. അതിനുശേഷം 10 മണിക്ക് അദ്ദേഹം മാധവ നേത്രാലയയുടെ പുതിയ ആശുപത്രി കെട്ടിടം അതിന്റെ ശിലാസ്ഥാപന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും. അവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക. എന്തായാലും നാളത്തെ ദിവസം ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു ദിനമായി മാറുകയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷം ആദ്യമായി നാഗ്പൂർ സന്ദർശിക്കുകയാണ്. ഇതിന് മുൻപ് RSS ആസ്ഥാനം സന്ദർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ്. അതിനുശേഷം ഇതാദ്യമായി ഭാരതത്തിന്റെ മറ്റൊരു പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആസ്ഥാനം സന്ദർശിക്കുന്നു എന്നതാണ് നാളത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. നാഗ്പൂരിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.